മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് തുലാം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്ക് ആയിരുന്നു. ഏപ്രിൽ 28 തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒക്ടോബർ 3 വരെ നിൽക്കുന്നതുമായിരിക്കും. ഇതിനിടയ്ക്ക് ജൂലൈ 13 ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ 3 വക്രഗതിയിൽ തന്നെ വീണ്ടും തിരിച്ച് പൂരുരുട്ടാതിയിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെ ആയിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 4ഉം 5ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 6ാം ഭാവമായ മീനത്തിലാണ്. ഇവിടെ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി 8ാം ഭാവത്തിലും 7ാം ദൃഷ്ടി 12ാം ഭാവത്തിലും 10ാം ദൃഷ്ടി 3ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ശനി നിങ്ങളുടെ യോഗകാരക ഗ്രഹമാണ്. ശനിയുടെയും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും എനർജി 6ാം ഭാവത്തിൽ ഉണ്ടാകുന്നത് 6ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. നിങ്ങളുടെ പുരോഗതിയുടെ മാർഗത്തിൽ വന്നുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഉദ്യോഗസ്ഥരാണോ, വ്യവസായികളാണോ, അതല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ രംഗത്തുള്ളവരാണോ, ഹൗസ് വൈഫാണോ, സീനിയർ സിറ്റിസണാണോ, സ്വയം തൊഴിൽ ചെയ്യുന്നവരാണോ, നിങ്ങൾ ഇതിലൊക്കെ ആരാണെങ്കിലും നിങ്ങളുടെ കർമ്മരംഗത്ത് വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ശനിയുടെ ഈ നക്ഷത്രമാറ്റ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കടബാധ്യതകളുള്ളവർ അത് എങ്ങനെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് സീരിയസായി പ്ലാനിങ്ങുകൾ ചെയ്യുന്നതും അത് പ്രാക്ടിക്കലാക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും. കോർട്ട് കേസുകളും മറ്റുമുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ താമസിക്കാതെ ലഭിക്കുന്നതായിരിക്കും. വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ശനിയുടെ ഈ നക്ഷത്രമാറ്റം കരിയർ ഓറിയൻറ്റഡ് കോഴ്സുകൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. മറ്റ് വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമായിരിക്കും ഇത്. ശനി 4ാം ഭാവാധിപനുമാണല്ലോ. 4ാം ഭാവം ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, ഭൗതിക സുഖഭോഗ വസ്തുക്കൾ, മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ എന്നിവ എടുക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സാങ്ഷനായി കിട്ടുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ശനി 8ാം ഭാവത്തിൻ്റെ കാരകഗ്രഹമാണ്. 8ാം ഭാവം രോഗം, ദുഃഖം, കഷ്ടതകൾ, നഷ്ടം, ആക്സിഡൻറ്റ്, വിഘ്നങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ്. 8ാം ഭാവത്തിൽ ശനിയുടെയും ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും പ്രഭാവം ഉണ്ടാകുന്നത് 8ാം ഭാവത്തിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലും കഷ്ടതകളിലും ദുഃഖങ്ങളിലും ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും.
പ്രോപ്പർട്ടി സംബന്ധമായ വിവാദങ്ങളുണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളാണല്ലോ ഉള്ളത്. ശനി ഈ സമയത്ത് 2 പാദങ്ങൾ പോലും മുഴുവനും സഞ്ചരിക്കുന്നതല്ലായിരിക്കും. 2-ാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതായിരിക്കും. ഏപ്രിൽ 28-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നവാംശകം ചാർട്ട് അനുസരിച്ച് ശനി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ 11-ാം ഭാവമാണ്. ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൽ സൂര്യൻ, ശനി, ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ എല്ലാം പ്രഭാവം കാരണം 11-ാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. 11-ാം ഭാവം ലാഭം, ഇൻകം, ഇച്ഛാപൂർത്തി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഇത് ഉപജയസ്ഥാനമാണ്. ഈ സമയത്ത് പല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും കരിയർ, ബിസിനസ് ഫീൽഡിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതുമായിരിക്കും. ജൂൺ 6-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നവാംശകം ചാർട്ടിൽ ശനി കന്നി രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. നിങ്ങളുടെ 12-ാം ഭാവവുമാണിത്. ഇവിടെ ശനിയുടെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. 12-ാം ഭാവത്തിൽ ശനി, ബുധൻ, ഉത്രട്ടാതി നക്ഷത്രം എന്നിവയുടെ പ്രഭാവം ഒന്നിച്ചു പതിക്കുന്നത് ഏതു വിധത്തിൽ ചിലവുകൾ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും ചിലവുകൾ കൺട്രോൾ ചെയ്യുന്നതുമായിരിക്കും. വരുമാനത്തിൻ്റെ പുതിയ പുതിയ സോഴ്സുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതെല്ലാം കാരണം പൈസ സേവ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ജോലിയില്ലാത്തവർക്ക് സ്വയം തൊഴിലും മറ്റും ചെയ്യുവാനുള്ള പല അവസരങ്ങളും ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ശനി സാധാരണ ഫലങ്ങൾ സ്ലോയിലായിരിക്കും നൽകുന്നത്. പക്ഷേ താമസിച്ചിട്ടായാലും പൂർണ്ണ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളിൽ ഒളിഞ്ഞു കിടന്ന പ്രതിഭകൾ, അതായത് ഹിഡൻ ടാലൻറ്റ് പുറത്തു വരുന്നതും അത് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. കുടുംബത്തിൽ ആരെങ്കിലും വളരെ സമയമായി ആശുപത്രിയിൽ അഡ്മിറ്റാണെങ്കിൽ ഈ സമയത്ത് സുഖമായി ഡിസ്ചാർജായി വീട്ടിൽ തിരിച്ചെത്തുന്നതുമായിരിക്കും. ശനിയുടെ 10-ാം ദൃഷ്ടി നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടിയും ഈ സമയത്ത് പതിക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ്. എന്തിനേയും നേരിടുവാനുള്ള ഒരു ധൈര്യം മനസ്സിൽ ഉടലെടുക്കുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇതാണ് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.